إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ സത്യവിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ തഖ്വ ചെയ്ത് അവന്റെ വിധിവിലക്കുകൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പൂർണ്ണമായി തഖ്വ ചെയ്യുന്ന അവന്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും അല്ലാഹു പരിപൂർണമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിനെ വരവേൽക്കാനും റമളാനിൽ അല്ലാഹുവുമായി ഏറ്റവും കൂടുതൽ അടുക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്, അല്ലാഹു അവരുടെ ഹലാലായ ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും നമ്മിൽ നിന്ന് ഈ അടുത്ത ദിവസങ്ങളിലായി മരണപ്പെട്ടു പോയ ആളുകൾ അല്ലാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരുടെ ഖബറുകളിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു അതൊക്കെ അവർക്ക് മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും ഒക്കെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അല്ലാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുവാനും കലിമ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനും അല്ലാഹു നമുക്കും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ലോകത്ത് അയക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഏറ്റവും കുറഞ്ഞ ആയുസ് മാത്രമുള്ളത് നമ്മേവരും അടങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനാണ്. മുൻകഴിഞ്ഞ കാലഘട്ടങ്ങളിലെ സമുദായങ്ങളെ നാം എടുത്തു നോക്കിയാൽ അവർക്കൊക്കെ നമ്മേക്കാൾ ആയുസ്സുണ്ടായിരുന്നു. നൂറുകണക്കിന് വർഷങ്ങളും ആയിരക്കണക്കിന് വർഷങ്ങളും ഒക്കെ ജീവിച്ച സമുദായങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ മുഹമ്മദീയ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരുപാട് മടങ്ങ് അധികം ജീവിച്ചവരെക്കാളും ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുക
ഈ ഉമ്മത്തായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. മുൻകഴിഞ്ഞ സമൂഹത്തെക്കാളൊക്കെ അമലുകൾ കൂടുതൽ ഉണ്ടാകുന്നതും ഈ ഉമ്മത്തിന് തന്നെയായിരിക്കും. കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ധാരാളം അമലുകളും ധാരാളം സമയങ്ങളും പുണ്യമാക്കപ്പെട്ട ധാരാളം സമയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് പ്രത്യേകമായി നൽകി എന്നത് കാരണത്താലാണ് ഇത്തരത്തിൽ നമ്മുടെ ഉമ്മത്ത് മറ്റുള്ള എല്ലാവരെക്കാളും മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. പുണ്യങ്ങൾ കരസ്ഥമാക്കാനും അല്ലാഹുവിലേക്ക് അടുക്കാനും അല്ലാഹു ഒരുപാട് ദിവസങ്ങളെയും മാസങ്ങളെയും ചില സമയങ്ങളെയും ഒക്കെ നിശ്ചയിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് ശഅബാൻ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി ഈ മാസത്തിൽ ആളുകൾ അശ്രദ്ധയിലായി പോകുമെന്ന് നമ്മെ ഉണർത്തിയിട്ടുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. ദാലിക ശഹ്റുൻ യഗ്ഫുലു الناس عنه بين رجب ورمضان. പരിശുദ്ധമായ റജബിന്റെയും അതുപോലെ തന്നെ ആളുകൾ എല്ലാവരും വളരെയധികം ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടി സ്വീകരിക്കുന്ന റമദാനിന്റെയും ഇടയിൽ ആളുകൾക്ക് അശ്രദ്ധയിലായി പോകുന്ന മാസമാണ് ശഅബാൻ എന്ന് നബി തങ്ങൾ പ്രത്യേകം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ആ ശഅബാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അമലുകൾ ചെയ്ത് കാണിച്ചു തന്നു. എത്രത്തോളം എന്നാൽ റമദാനിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് ശഅബാനിലായിരുന്നു എന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും അവൻ സ്വർഗത്തിന് വേണ്ടി എപ്പോഴും മുന്നിട്ടുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ചും ഇത്തരത്തിൽ നബി തങ്ങള് നമ്മെ മുൻകൂട്ടി അറിയിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത സമയങ്ങളിൽ മുഅ്മിൻ കുറച്ചുകൂടി ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് പരസ്പരം മുഅ്മിനീങ്ങളോട് മത്സരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൽ ഹദീദിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ മത്സരിക്കണം. വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്. ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗ്ഗത്തിലേക്കും മുഅ്മിനീങ്ങൾ പരസ്പരം മത്സരിക്കണം. വഇദ്ദത്തു ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കിയിട്ടുള്ളതാണ് ആ സ്വർഗ്ഗം. അതേ രീതിയിൽ സൂറത്ത് ആല ഇംറാനിലും നമുക്ക് കാണുവാൻ സാധിക്കും. സാബിഖു എന്ന പദത്തിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നത് സാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ട് വരണം എന്നുള്ള പ്രയോഗമാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്. ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗ്ഗത്തിലേക്കും നിങ്ങളുടെ രക്ഷിതാവിന്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതി കാണിച്ചുകൊണ്ടായിരിക്കണം. മുത്തഖീങ്ങളായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കിയിട്ടുള്ളതാണ്. വേദക്കാരായ ആളുകളിൽ നിന്ന് നേർമാർഗത്തിലേക്ക് വരുന്നവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവരുടെ ധാരാളം പ്രത്യേകതകൾ അല്ലാഹു എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ അവരും ഇതുപോലെ നന്മകൾ കണ്ടാൽ അതിൽ അമാന്തിച്ച് നിൽക്കാതെ പിന്നോട്ട് നിൽക്കാതെ അതിൽ വ്യഗ്രത കാണിക്കുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുന്നുണ്ട്. യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അവർ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ട്. വയഅ്മുറൂന ബിൽ മഅറൂഫ്. അവർ നന്മ കൊണ്ട് മറ്റുള്ളവരോട് കൽപ്പിക്കുന്നുണ്ട്. വയൻഹൂന അനിൽ മുൻകർ. തിന്മ കണ്ടാൽ അതിനെ തൊട്ട് വിലക്കുന്നുമുണ്ട്. വയസാരിഊന ഫിൽ ഖൈറാത്ത്. അവർ എല്ലാത്തരം പുണ്യമായ കാര്യങ്ങളിലും വേഗത കാണിക്കുന്നവരാണ്, ധൃതി കാണിക്കുന്നവരാണ്. അക്കൂട്ടർ തന്നെയാണ് സൽക്കർമ്മകാരികൾ, സദ്വൃത്തരായ ആളുകളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദക്കാരായ ആളുകളിൽ നിന്നുള്ള ചില വിഭാഗങ്ങളെ പറ്റി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തമമായ ഒരു കുടുംബത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അതിന് മാതൃകയായിക്കൊണ്ട് സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തെ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി.
فاستجبنا له ووهبنا له يحيى واصلحنا له زوجا. അല്ലാഹു തആല സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, അദ്ദേഹം ഒരുപാട് വൃദ്ധ അവശതയിലെത്തിയ സമയത്തും അദ്ദേഹത്തിന്റെ ദുആ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് യഹ്യ എന്ന പേരുള്ള ഒരു മകനെ നൽകുകയും ചെയ്തു. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. എന്നിട്ട് അല്ലാഹു അവരുടെ ഗുണമായിട്ട്, ആ കുടുംബത്തിന്റെ ഗുണമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്, തീർച്ചയായും അവർ നന്മകളിൽ വേഗത കാണിക്കുന്നവരായിരുന്നു, ധൃതിപ്പെടുന്നവരായിരുന്നു. ആഗ്രഹത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി, അതോടൊപ്പം തന്നെ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളിൽ ഭയപ്പാടോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു അവരുടേത്. അള്ളാഹുവിനെ അങ്ങേയറ്റം ഭയപ്പെട്ട് ജീവിച്ചിരുന്ന കുടുംബമായിരുന്നു ആ കുടുംബമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. വേറെയും ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു നന്മകൾ എവിടെ കണ്ടാലും അവിടേക്ക് മുഅ്മിനീങ്ങൾ ധൃതിപ്പെട്ട് വരണമെന്ന് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിനെ ഓർക്കുകയും അതിന്റെ പേരിൽ ഹൃദയം നടുങ്ങുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഉലൈക യസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. അവർ നന്മകൾ കണ്ടാൽ എത്ര ചെറിയ നന്മകളാണെങ്കിലും അതിലേക്ക് ധൃതിപ്പെടുന്നവരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം ആഖിറവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് വളരെയധികം ക്ഷണികമാണ്, നിസാരമാണ്, നിന്ദ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ചില ഉപമകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിന്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു വലിയ സമുദ്രത്തിൽ നിന്നും ഒരാൾ തന്റെ കൈമുക്കി എടുക്കുമ്പോൾ അവന്റെ വിരൽത്തുമ്പിൽ എത്രത്തോളം വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്, അത്രയും നിസാരമാണ് ദുനിയാവിലെ ജീവിതം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുകയുണ്ടായി. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദീർഘമായ യാത്രയിൽ ഒരു മരച്ചുവട്ടിൽ അല്പം തണല് വേണ്ടി, അല്പം വിശ്രമിക്കാൻ വേണ്ടി ഒരു യാത്രക്കാരൻ അല്പസമയം ചിലവഴിക്കുന്നതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിലെ ജീവിതത്തിനോട് ഉപമിച്ചത്. അത്രയും ക്ഷണികമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഅൂദത്തിൻ. അല്ലാഹുവിന്റെ അടുക്കൽ ഈ ദുനിയാവിന്റെ ജീവിതത്തിന്, ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്രയെങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ ഇതിന് പരിഗണന ഉണ്ടായിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നിന്ന് ഒരു അവിശ്വാസിക്ക് പോലും ഒരു തുള്ളി വെള്ളം നൽകുമായിരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അത്രത്തോളം അല്ലാഹുവിന്റെ അടുക്കൽ നിസാരമായതാണ് ദുനിയാവ്. അതിന്റെ പേരിലാണ് അല്ലാഹു തആല അവനോട് പങ്കു ചേർക്കുന്നവർക്കും അവനോട് നന്ദികേട് കാണിക്കുന്നവർക്കും കാഫിരീങ്ങൾക്കും എല്ലാം ഈ ദുനിയാവിൽ ഭക്ഷണം കൊടുക്കുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും നടന്നു പോകുമ്പോൾ വഴിയരികിൽ ഒരു ആട്ടിൻകുട്ടി ചത്തുകിടക്കുന്നുണ്ടായിരുന്നു. ചത്തതാണ് എന്നതിന് പുറമെ തന്നെ അതിന്റെ ചെവി അത് ചെറുതായിരുന്നു, അത് ന്യൂനതയുള്ള ഒരു ആട്ടിൻകുട്ടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സഹാബാക്കൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട്, നിങ്ങളിൽ ആർക്കെങ്കിലും ഇതിനെ വേണോ എന്ന് ചോദിക്കുകയുണ്ടായി. സഹാബാക്കൾ, നബിയെ, ഞങ്ങൾക്ക് ഈ ആട്ടിൻകുട്ടി കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകാനാണ്? അത് ചത്തുപോയതാണല്ലോ എന്ന് മാത്രമല്ല അത് ന്യൂനതയുള്ള ചെവി കുറവായ ഒരു ആട്ടിൻകുട്ടിയുമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയുണ്ടായി. നബി തങ്ങള് ആ സാഹചര്യത്തിലൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ അടുക്കൽ ദുനിയാവ് എത്രത്തോളം നിസ്സാരമാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അടുക്കൽ ചത്തുപോയ ന്യൂനതയുള്ള ചെറിയ ചെവിയുള്ള ഈ ആട്ടിൻകുട്ടിക്ക് നിങ്ങളൊരു ഉപകാരവുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എത്രത്തോളം നിസ്സാരത കൽപ്പിക്കുന്നുണ്ടോ, അതിനേക്കാളൊക്കെ എത്രയോ നിസ്സാരമാണ് അല്ലാഹുവിന്റെ അടുക്കൽ ദുനിയാവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്.
ഒരുപാട് സ്ഥലങ്ങളിൽ പരിശുദ്ധമായ ഖുർആൻ ദുനിയാവിന്റെ ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഹ്വും വലഇബ് ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ ലഇബും വലഹ്വ് എന്നുള്ള പ്രയോഗങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. തീർച്ചയായും ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് കുറച്ചു കാലത്തെ കളിയും തമാശയും മാത്രമാണ്. തീർച്ചയായും യഥാർത്ഥമായ ജീവിതം എന്ന് പറയുന്നത് ആഖിറത്തിലെ ജീവിതമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈ ദുനിയാവ് ആ യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ദുനിയാവിലെ ഓരോ പ്രവർത്തനങ്ങളും അത് ആഖിറത്തിൽ നമുക്ക് മുതൽക്കൂട്ടാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖബറിനരികിലൂടെ നടന്നു പോവുകയുണ്ടായി. അപ്പോൾ ആ ഖബറിന്റെ അടുത്ത് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു, ഫഖഅതാന ഖഫീഫതാൻ, നിങ്ങൾ നമസ്കരിക്കുന്ന 2 റക്അത്ത് നമസ്കാരം 2-3 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പൂർത്തിയാക്കുന്ന വളരെ നിസ്സാരമായ, വളരെ നിങ്ങളധികം ഗൗനിക്കാത്ത 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഈ ഖബറിൽ കിടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ദുനിയാവിലുള്ള മറ്റുള്ള എല്ലാ വസ്തുക്കളെക്കാളും അതിന്റെ എല്ലാ അലങ്കാരങ്ങളെക്കാളും ആർഭാടങ്ങളെക്കാളും ഒക്കെ നിങ്ങൾ നിസ്സാരമായി കാണുന്ന വലിയ ഗൗരവം കൊടുക്കാത്ത 2 റക്അത്ത് നമസ്കാരത്തിലുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ അയാളെ പിന്തുടരുന്നതാണ്. അതിൽ 2 കാര്യങ്ങൾ അയാളിൽ നിന്നും വിട്ട് വീണ്ടും മടങ്ങി വരുന്നതാണ്. 1 മാത്രം അയാളുടെ കൂടെ ബാക്കിയാകുന്നതാണ്. അയാള് മരിച്ചു കഴിഞ്ഞ് അയാളെ ദഫൻ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടാൽ അയാളുടെ സമ്പത്തും അയാളുടെ കുടുംബവും അയാളുടെ അമലുകളും ആ മയ്യത്തിനെ പിന്തുടരുന്നതാണ്. അയാളെ ദഫൻ ചെയ്തതിനു ശേഷം അയാളുടെ കുടുംബവും അയാളുടെ സമ്പത്തുമെല്ലാം തിരിച്ചു മടങ്ങുന്നതാണ്. അയാളുടെ അമലുകൾ മാത്രം ബാക്കിയാകുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളുകയുണ്ടായി. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്നും ബാക്കിയാകുന്ന സ്വാലിഹായ അമലുകൾ നിങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായത് അത് മാത്രമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ അടുക്കൽ ഉത്തമമായ പ്രതീക്ഷ നൽകുന്നതും എന്നും ബാക്കിയാകുന്ന അമലുകൾ മാത്രമാണ്. അതുകൊണ്ട് ക്ഷണികമായ നിസാരമായ ഈ ദുനിയാവിലുള്ള ജീവിതം അത് നമ്മുടെ ആഖിറത്തിലേക്കുള്ള മുതൽക്കൂട്ടാകുന്ന അമലുകൾ ചെയ്തുകൊണ്ട് ഒരു മുഅ്മിൻ പൂർത്തിയാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് തന്ന ഈ ദിവസങ്ങളിൽ ശഅബാൻ പകുതിയോട് അടുത്തു. ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് റമദാനിലേക്ക് നമുക്ക് അവശേഷിക്കുന്നത്. റമദാനിന് വേണ്ടി നമ്മുടെ പ്രകാരം പള്ളിയും നമ്മുടെ വീടുമൊക്കെ വൃത്തിയാക്കി ഒരുങ്ങുന്നുവോ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മനസ്സും നമ്മുടെ ഈമാനും ഒക്കെ അത് നന്നാക്കിക്കൊണ്ട് അല്ലാഹുവിനോടുള്ള നല്ല അടുപ്പത്തിലൂടെ തന്നെ നമുക്ക് റമദാനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ അശ്രദ്ധ നമ്മിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നിത്യജീവിതത്തിലുള്ള ദിക്റുകൾ നമ്മൾ പതിവാക്കുകയും അതിനെ നമ്മൾ കൂടുതലായി ചെയ്യുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ അശ്രദ്ധയിലായി പോവുകയില്ല എന്ന് നബി തങ്ങൾ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൻ ഹാഫള അലാ ഹൗലാ സ്വലവാത്തിൽ മക്തൂബാത്ത് 5 വക്ത നമസ്കാരം, നിർബന്ധമായ നമസ്കാരം, അത് നിർബന്ധ ബുദ്ധിയോടുകൂടി എവിടെയായിരുന്നാലും അത് നഷ്ടപ്പെടാതെ പൂർത്തിയാക്കുകയാണെങ്കിൽ ലം യുക്തബു മിനൽ ഗാഫിലീൻ, അത്തരക്കാരായ ആളുകൾക്ക് അശ്രദ്ധ ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളുകയുണ്ടായി. അതുപോലെ തന്നെ രാത്രി നമസ്കാരം നമ്മൾ അധികരിപ്പിക്കണം. റമദാൻ വരുമ്പോൾ നമ്മൾ തഹജ്ജുദ് പതിവാക്കാറുണ്ട്, ഖിയാമുൽ ലൈൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ അതിനുശേഷവും അതിനു മുമ്പുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് ഖിയാമുൽ ലൈൽ അഥവാ രാത്രി നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണം വരെയും
നിർബന്ധ ബുദ്ധിയോടുകൂടി തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്ന പ്രവാചകന്മാർക്ക് നിർബന്ധമായിരുന്ന നമസ്കാരമാണ് ഖിയാമുൽ ലൈൽ. ആ ഖിയാമുൽ ലൈൽ ഒരാൾ പതിവാക്കുകയാണെങ്കിൽ, തഹജ്ജുദ് നമസ്കാരം ഒരാൾ പതിവാക്കുകയാണെങ്കിൽ അയാൾ മറ്റുള്ള അമലുകളെ തൊട്ട് അശ്രദ്ധനായി പോവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളുകയുണ്ടായി. മൻ ഖാമ ബിഅശ്രി ആയാത്തിൻ, ചുരുങ്ങിയത് 10 ആയത്തുകളെങ്കിലും ഓതിക്കൊണ്ട് ഒരാൾ രാത്രി എണീറ്റ് നമസ്കരിക്കുകയാണെങ്കിൽ അവൻ അശ്രദ്ധരുടെ കൂട്ടത്തിൽ ആയിപ്പോവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളുകയുണ്ടായി. അതുപോലെ തന്നെ നബി തങ്ങൾ ഇടയ്ക്കിടെ സ്വഹാബാക്കളോട് പറയാറുണ്ടായിരുന്ന ഒരു വാക്കായിരുന്നു കഫാ ബിൽ മൗതി വാഇദൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഉപദേശകനായി ഏറ്റവും നല്ലത് അവന്റെ മരണത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മയാണ്. ഇതിനെ നമ്മൾ ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മോതിരത്തിൽ ഇത് കുത്തിവെച്ചിരുന്നുവെന്ന് സ്വഹാബാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കഫാ ബിൽ മൗതി വാഇദൻ യാ ഉമർ, ഉമറെ നിനക്ക് ഏറ്റവും നല്ല ഉപദേശകനായിക്കൊണ്ട് മരണത്തിന്റെ സ്മരണ തന്നെ മതിയായതാണ് എന്ന് അദ്ദേഹത്തിന്റെ മോതിരത്തിൽ കുത്തിവെച്ചിരുന്നു. ഇത്തരത്തിൽ മരണത്തെ കുറിച്ച് ധാരാളമായിട്ടുള്ള ഓർമ്മ നമ്മെ മറ്റുള്ള അമലുകളെ തൊട്ട് അശ്രദ്ധമാക്കുന്നതിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള അമലുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ആ അശ്രദ്ധയിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാനും പൂർണ്ണമായ ഈമാനോടുകൂടി റമളാനിൽ പ്രവേശിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.